ഗായ്സ് നമ്മളിപ്പോ എന്തിനു പോവുകയാണ്? പെരുന്നാളിന്. എവിടെ പോവോ? മാങ്ങാട്ടുപള്ളി. എന്നത്തിന് പോവോ? അപ്പേ ക്യാമറ ഹായ് ഗായ്സ്, നമ്മളൊരു ചക്ക വെട്ടുമായിരുന്നു. ഉണ്ടോ? നമുക്ക് ഇത്രയും ചക്ക കിട്ടിയുണ്ടോ? വെട്ടിക്കൊണ്ടിരിക്കുക. അതുണ്ടോ? മൊത്തം വെട്ടിക്കഴിഞ്ഞ് കാണിക്കാവേ. രാവിലെ എഴുന്നേറ്റപ്പം പപ്പ ഡ്രസ്സിൻ്റെ മുകളിൽ വിളിച്ചു. അപ്പം ഞങ്ങളുടെ അപ്പുറത്തെ എബിച്ചേട്ടനല്ലല്ലോ, ജോർജങ്ങൾ കൊണ്ട് ആ ജോർജങ്ങൾ ചക്ക വെട്ടുമായിരുന്നു ഞങ്ങളുടെ അപ്പുറത്തെ. അപ്പോൾ ജോർജങ്ങൾ പറഞ്ഞു, ജോർജ് അപ്പച്ചൻ, എനിക്ക് അപ്പച്ചൻ കേട്ടോ, അപ്പച്ചൻ പറഞ്ഞു കയറി വാ ചക്ക വരാതെ. അത് കയറി ചെന്നപ്പം അല്ലേ ഉണ്ടോ, അല്ലേ മുട്ടാട് ചക്ക വെട്ടി. അപ്പം ഞങ്ങൾ ഓർത്തങ്ങ് വെട്ടി ഫ്രിഡ്ജിലായിട്ട് വെച്ചേക്കാന്ന് ഓർത്തു. ഇപ്പം നാളെ ആണെങ്കിൽ നമുക്ക് വേവിക്കാമല്ലോ. അതുപോലെ മാങ്ങയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ മാങ്ങയുടെ ചക്കയുടെ സീസൺ ഒക്കെ ആയതുകൊണ്ട് ഇഷ്ടം പോലെ മാങ്ങ. ഞങ്ങള് പള്ളിയിൽ പോയെന്ന് നിങ്ങൾ പറഞ്ഞില്ലായിരുന്നോ? അപ്പം പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു മിനിറ്റ്, അപ്പൊ പള്ളിയിൽ പോയെന്ന് പറഞ്ഞില്ലായിരുന്നോ? പള്ളിയിൽ പോയി കഴിഞ്ഞ് ആദ്യം ഞങ്ങൾ ടെറസിന്റെ മുകളിൽ നിന്ന സമയത്ത് ടെറസിന്റെ മുകളിൽ നമ്മൾ ഷീറ്റ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പൊ ടെറസിന്റെ മുകളിൽ ഇരുന്നപ്പം ഇതുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല, ഇവിടെ എല്ലാം പൊള്ളി. ഇപ്പോഴത്തെ സൂര്യന്റെ ഇത് കാരണം കൈ മൊത്തം പൊള്ളി. പിന്നെ നമുക്ക് കോട്ടയം വരെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം കോട്ടയത്തെല്ലാം പോയി തിരിച്ചു വന്ന് പിന്നെ പള്ളിയിൽ വെച്ചൂട്ടിനൊക്കെ പോയി തിരിച്ചു വന്നപ്പോഴേക്കും ഇവിടെ എല്ലാം എൻ്റെ പൊള്ളി. അപ്പം മാക്സിമം എല്ലാവരും എന്തെങ്കിലും ക്രീമോ കാര്യങ്ങളൊക്കെ തേച്ച് വെള്ളോട്ട് ഇറങ്ങാൻ വേണ്ടി നോക്കാം. കാര്യം അതുപോലെ ചൂടാണ്. കൈയൊക്കെ നമുക്ക് സൺബേൺ അടിച്ചത് ഇവിടെ എല്ലാം ഇങ്ങനെ പൊള്ളി വരും. എൻ്റെ ഈ കൈത്തിൻ്റെ ഇത്രയും വശം പൊള്ളി. ഞങ്ങൾ ഇച്ചിരി തൈരൊക്കെ തേക്കണമെന്ന് ഓർത്തിരിക്കുക. ഇനി കുറച്ച് കഴിഞ്ഞ് തൈര് തേക്കണം. പിന്നെ ഗായ്സ് ഇപ്പൊ ഞാൻ ചെയ്ത പോലെ ഇത്രയും ഡിലേ ആക്കി ചെയ്ത് ഞങ്ങള് സൺബേൺ ഒക്കെ അടിച്ചിട്ട് ഓൺ ദ സ്പോട്ട് നമ്മള് തൈരൊക്കെ തേക്കാൻ വേണ്ടി നോക്കണം മാക്സിമം. ഇപ്പൊ ഞാനിപ്പോ വന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ ബിസി ആയി പോയോണ്ട് ആ തൈരൊന്നും തേക്കാൻ വേണ്ടി സമയം കിട്ടായിരുന്നത്. പിന്നെ ഗായ്സ്, ഡാഡിയുടെ മാങ്ങ പറഞ്ഞില്ലേ, കിടുക്കാച്ച മാങ്ങയില്ലേ, ഞങ്ങൾ ഡാഡിയുടെ മാങ്ങ കുറേ എണ്ണം പറിച്ചിട്ടുണ്ട്. അത് ഒരു ചാക്കിലാണ്. പിന്നെ ഞങ്ങൾ ഇന്നലെ ഒരു മാങ്ങയുണ്ടായിരുന്നേ. ഇന്നലെ എബിയങ്കളുടെ അവിടെ ഒരു മാങ്ങയുണ്ടായി. ഞങ്ങളുടെ താഴത്തെ നെയ്ബറിൽ എബിയങ്കൾ വിളിച്ചു. അതിന് ഞങ്ങൾ കുറേ മാങ്ങ എടുത്തു. പിന്നെ ഞങ്ങൾ എല്ലാം ബ്ലോഗ് ഇടാൻ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങ് ടെറസിന്റെ മുകളിൽ കയറി നിന്നപ്പം പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ ബ്ലോഗ് എടുക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ അതും നിങ്ങൾക്ക് ബ്ലോഗായിട്ട് കാണിച്ചതായിരുന്നു. നമ്മുടെ ഹോസ്റ്റലിലെ കുറച്ച് പിള്ളേർ വന്നിട്ടുണ്ട്. നമുക്ക് ഹോസ്റ്റലുണ്ട് അവിടെ മാതോമ്പടിയിൽ, ബോയ്സ് ഹോസ്റ്റൽ MRTയിലേക്കുള്ള പിള്ളേരാണ്. അപ്പം അങ്ങോട്ടേക്ക് അക്കോമഡേഷൻ 2 പിള്ളേർ വന്നു. അപ്പം അങ്ങോട്ടേക്ക് പോയേക്കുക. നമുക്ക് ഇതേണ്ട ഇത്രയും ചക്ക ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതുണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ടോ മാക്സിമം ഈ ഇപ്പം നമുക്ക് കിട്ടിയാൽ ഈ ഒരു മാസം ചക്കയും മാങ്ങയും ഒക്കെ മാക്സിമം തിന്നാൻ വേണ്ടി നോക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള ഫുഡ് ഹൈജീൻ തന്നെ അല്ല,
നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ പറമ്പിലും തോട്ടിലും കിട്ടുന്നത് കഴിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഹെൽത്ത് ബെനിഫിറ്റ് ഇതൊക്കെ. ഗായ്സ് നിങ്ങളിത് കാണണം. ചക്ക എല്ലാം അരിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അപ്പനോട് പറഞ്ഞ് എൻ്റെ സൂര്യൻ ഇതൊക്കെ ഇതിച്ച് മരുന്ന് വെച്ചാലേ വാഴ വെക്കാൻ വേണ്ടി ഓടിയേ കണ്ടോ, ഓടുന്ന ഓട്ടം കണ്ടോ. പോയി ഞാൻ കാണിച്ചത് നിങ്ങൾക്ക്, ഞാൻ കാണിച്ചുതരാം പോയേക്കുന്നത്. അപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ വാഴ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൈസയിലും കിട്ടും, നിങ്ങൾ എന്നാ വെച്ചാൽ എനിക്ക് എന്നെ കൊണ്ട് തരുമെന്ന് പറയുന്നത് കണ്ടോ. പോയിക്കേ ഉണ്ടോ പാവം ഞങ്ങൾ. നിങ്ങൾക്ക് ചക്ക ഇത്രയും കിട്ടി വേണ്ട, ഒരു വലിയൊരു കലം നിറച്ച് ചക്ക കിട്ടി ഉണ്ടോ. ചക്ക ചൊള വേസ്റ്റ് ഇനി കളയണം, മാങ്ങ ചെത്തണം, അങ്ങനെ ഒത്തിരി പരിപാടിയുണ്ട്, കലാപരിപാടികൾ ഇനിയുണ്ട്. അങ്ങനെ ചക്ക മൊത്തം വെട്ടിയത് ഇത്രയും നമുക്ക് ചക്ക കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് പച്ചമാങ്ങ കിട്ടിയതാണ് എബിയങ്ങളുടെ അവിടെ നിന്ന്. ഇത് കിളി കൊത്തിയതൊന്നുമില്ല, ഞാൻ കൊത്തിയതാണ്. കിട്ടിയത് തന്നെ പൊട്ടിയായിരുന്നേ. അപ്പോൾ നമ്മൾ ആ പൊട്ടലങ്ങ് വികസിപ്പിച്ച് കുറച്ച് കടിച്ചെടുത്തതാണ്. പിന്നെ കുറച്ച് നല്ല പഴുത്ത മാങ്ങ, ഇതും കിളി കൊത്തിയതല്ല, താഴെ വീണപ്പം താഴെ വീണ് പോയതാ, ഞാൻ കൊത്തിയതെന്നും പറയാം. പിന്നെ ഇത് ഇന്നലെയൊക്കെ ഫ്രിഡ്ജിലൊക്കെ ഇരുന്ന കുറച്ച് മാങ്ങയൊക്കെ എല്ലാം കൂടെ നമ്മൾ കുറച്ച് മാമ്പഴ പുരുശ്ശേരി ഉണ്ടാക്കാനും കുറച്ച് ഉപ്പിലിടാനും കുറച്ച് പഴുപ്പിക്കാൻ വേണ്ടി വെക്കാമെന്നൊക്കെ ഇങ്ങനെ ഓർത്ത്. ഇത് പഴുത്ത ഇനി പഴുപ്പിക്കേണ്ട ആവശ്യമില്ല, ഇതെടുത്ത് നമുക്ക് തിന്നാനും പിന്നെ അങ്ങനെ ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കാമെന്നൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുകയാണ്. ഫ്രിഡ്ജിൽ വെച്ച മാങ്ങ വെച്ചാൽ നമുക്ക് അങ്ങനെ ഓരോരുത്തർ തന്നതും സജ്ജീയങ്ങൾ തന്ന മാങ്ങയും ഇതൊക്കെ സജ്ജീയങ്ങൾ തന്ന മാങ്ങയും കുഞ്ഞു മാങ്ങയാണ്, നല്ല മധുരമായിരുന്നു ഇതിന്. നമുക്കിങ്ങനെ കടിച്ച് തിന്നാനൊന്നും പാകത്തില്ല, നല്ല മാങ്ങ. ഇതിനകത്തും ഉണ്ട് സജ്ജീയങ്ങൾ തന്ന മാങ്ങ, ഇതിൻ്റെ അകത്തും ഉണ്ട്, കുറേ ഇരിപ്പുണ്ട് ഇതിനകത്തും. അമ്മ കൊണ്ടുപോവാണ്, അത് വെട്ടാൻ വേണ്ടി കൊണ്ടുപോവാ, അരിയാൻ കൊണ്ടുപോവാ. വേണ്ടേ, അരിയാൻ വേണ്ടി നമ്മളവിടെ കൊണ്ടുപോയി വെച്ച് നമ്മളിവിടെ നിന്ന് അരിയുന്നേ. നമ്മളിതങ്ങ് അരിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് കയറ്റാൻ ഓർത്തു. അപ്പം നമുക്ക് അപ്പം ആവശ്യമുള്ള അത്ര എടുത്താൽ പോരെ അല്ലേ അമ്മ? എങ്ങനെയാണെന്നറിയില്ല, ഇങ്ങനെ കളഞ്ഞ് കുരു വേറെ ഇത് വേറെ ആക്കിയാണ് കേട്ടോ. ഇങ്ങനെയല്ലേ നീ അരിയുണ്ട്, ഞാൻ അരിഞ്ഞോളാം. ചായ ചുമ്മാ ഇത് ചെയ്ത് ഇങ്ങനെ ചെയ്ത് തന്നാൽ ഇതിനകത്തോട്ടിട്ടോ, ഇതിൻ്റെ അകത്തോട്ടിട്ടോ. പിള്ളേർ ഓരോന്ന് ചെയ്ത് പഠിക്കണം. നമ്മൾ പിള്ളേർ ഒരുവിധം പ്രായമാകുമ്പോഴത്തേനെല്ലാം ചെയ്യിപ്പിച്ച് പഠിപ്പിക്കും. എന്നെപ്പോലെ ആകത്തൊന്നുമില്ല. എനിക്ക് അടുക്കളയിലെ കുക്കിംഗ് ഒന്നും അറിയത്തില്ല, അരിയാനെ പിടിക്കാനോ ഒന്നും അറിയത്തില്ല. എങ്ങനെ അരിയാൻ പറഞ്ഞാൽ അതുപോലെ അരിയത്തേ ഉള്ളൂ. കണ്ടുപോയി. അപ്പൊ എൻ്റെ പണിയൊക്കെ ചെയ്ത് തളർന്ന് കൂട്ടി വന്നിട്ടുണ്ട് കണ്ടോ. പപ്പായേ, പപ്പയ്ക്ക് മണ്ണാണ് ഞങ്ങളെയാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണോ? ആണോ കുഴിച്ചു വെക്കുന്ന എല്ലാരും പിള്ളേരാണോ? ഒത്തിരി പിള്ളേരുണ്ടോ അപ്പയ്ക്കപ്പോ? അവക്കാട കുഞ്ഞോ? അതിതേ ഇവിടെ കൊണ്ടേ കാണിക്കും, ഇവിടെ കൊണ്ടേ കാണിക്കും. ഇപ്പൊ പോയി. അപ്പൊ കുറച്ച് ബിസി മാൻ ആയതുകൊണ്ട് അപ്പ പോയി. ഇല്ല തെരഞ്ഞെടുത്തിട്ടില്ല, നമുക്ക് ഒന്നിച്ച് തരയാം. അത് ഈ ചക്കയുടെ പരിപാടി അങ്ങ് തീരട്ടെ. എടി അതെ ചകര് വേറെ ആക്കിയിരുന്നേ. ചകര വേറെ ആക്കുക. കുറേ കൊടുക്കുന്നോ കണ്ണ് കാണാതെ കണ്ണടി വെച്ചിട്ടില്ലായിരുന്നു. കണ്ണാടി വെച്ചിട്ടില്ല. 11-ാം തീയതി നമുക്ക് ഒരു വെച്ചോട്ടില്ലേ? എവിടെയാ? പൊൻപള്ളിപ്പള്ളി. അപ്പൊ ഇന്നത്തെ വെച്ചോട്ട് മണ്ടാട്ടുപള്ളി, 11-ാം തീയതി പൊൻപള്ളിപ്പള്ളി. അപ്പൊ നാളെ ഉണ്ട് പുതുപ്പള്ളിപ്പള്ളിയില്. അപ്പൊ നാളെ നമുക്ക് പോകാം. കാരണം എന്താ വെച്ചാൽ നാളെ രാവിലെ ചക്ക വെച്ചത് ഉച്ചക്ക് വെച്ചോളൂ, വൈകിട്ട് വീട് ചക്ക. ദൈവം എത്ര വലിയവനാ. ഓരോ ദിവസം എന്ത് ഭംഗിയായിട്ട് കടത്തി വിടുന്നു.
തമ്പുരാൻ എന്താ ഭംഗിയായിട്ടാ ഓരോ ദിവസവും അല്ലേ അല്ലേ ഞാൻ ചിന്തിക്കാറുള്ളത് കേട്ടോ. ആ ഉച്ചയ്ക്ക് ഇട്ടേക്കാം നമുക്ക്. രാവിലെ ചക്കയൊക്കെ വേവിച്ച് മീൻകറി കിട്ടണം രാവിലെ. മീൻകറി അല്ല നല്ല വരുന്നുണ്ടോ? നല്ല വരുന്നുണ്ടോ? ഞാൻ വരാതിരിക്കുമോ? ചിക്കൻ കറി ഉള്ളതല്ലേ. നോയം പോലെ എടുക്കാത്ത ഞാനാ. ഇപ്പൊ ചിക്കൻ കറി ഉള്ള സ്ഥലത്ത് പോകാതിരിക്കോ? പക്ഷെ നല്ല നല്ല ഊണ്. സത്യം ഇന്ന് കഴിച്ച നല്ല ഊണായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും സങ്കടം വന്നു വെച്ചാൽ പ്ലേറ്റ് അല്ല. പ്ലേറ്റ് ഒരാളും ഒരു പ്ലേറ്റും കഴുകില്ല. ഒരാളുമല്ല, അവസാനം അത് സാധ്യം വെച്ചവരെല്ലാം പ്ലേറ്റ് കഴുകി. അവസാനം കൊണ്ട് 4 പ്ലേറ്റ് കഴുകി. അവസാനമല്ല മോനെ, അവസാനത്തെ നടുഭാഗം ഉണ്ടായിരുന്നു. നടുഭാഗക്കാരാണ് പ്ലേറ്റ് കഴിയില്ല. അവരെന്താ അവിടെ തള്ളി വെച്ച് ആ ഫുഡെല്ലാം കാണിച്ചിരിക്കുന്നു. എന്ത് ഫുഡാ വേസ്റ്റ് ആക്കിയേക്കുന്നത് അല്ലേ? എന്നാ ഫുഡാ വേസ്റ്റ് ആക്കിയത്? ആ ചിക്കനൊക്കെ ചുമ്മാ കൊണ്ടേക്കാം. നല്ല വറുത്തരച്ചേക്കാ വെച്ചേക്കുന്നത്. അത് നല്ലതായിട്ട് ഗ്രേവി ഒക്കെ വെച്ച്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വേസ്റ്റ് ആക്കുന്നത് വളരെ മോശം. സത്യം അല്ലേ? ഭയങ്കര മോശം. അതുപോലെ തന്നെ വേസ്റ്റ് ആക്കുക, നമ്മൾ കഴിച്ച പാത്രം നമ്മൾ തന്നെ കഴിക്കും. അത് തെറ്റാ. എന്നെ സംബന്ധിച്ച് ഞാൻ ചോദിക്കുന്നതല്ല, നമുക്ക് ആവശ്യത്തിനുള്ള ആഹാരം നമ്മൾ എടുത്ത് കഴിച്ചാൽ പോലെ. സത്യം. കണ്ടമാനം ചോറ് മേടിച്ച് കറി മേടിച്ച് വെറുതെ കൊണ്ടു കിടക്കാം. പക്ഷെ ചിക്കനൊന്നും വലിയ എരിവില്ലായിരുന്നു. ഇല്ല ഇല്ല, ആവശ്യത്തിന് എരിവേ ഉള്ളായിരുന്നു. എല്ലാത്തിനും എല്ലാ കറികളും നല്ലതായിരുന്നു. നമുക്ക് പിന്നെ വേസ്റ്റ് ഒന്നും ഇല്ല. നമുക്ക് വേസ്റ്റ് ഇല്ലല്ലോ. നമ്മള് വേസ്റ്റ് ആക്കത്തില്ലല്ലോ. വേസ്റ്റ് ആക്കത്തില്ല, വേസ്റ്റ് ഇല്ല. നമ്മൾ ശരിക്കും സത്യം പറഞ്ഞാൽ ഫുഡ് വേസ്റ്റ് നമുക്ക് അങ്ങനെ വരാറില്ല. നമുക്ക് വീട്ടിലായപ്പോൾ വേസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തെ അത് ലേഡീസ് ഹോസ്റ്റലുണ്ടായിരുന്നപ്പോഴത്തേക്ക് ഞാൻ പിള്ളേരോട് ആകെ വഴക്കുണ്ടാക്കുന്ന എന്തിനാ? ഫുഡ് വേസ്റ്റ് കളയുന്നതിന് അല്ലേ? ഫുഡ് വേസ്റ്റ് ആക്കുന്നതിന്. ഞാൻ എന്നിട്ട് എൻ്റെ വേസ്റ്റ് പാത്രം കാണും. ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും വേസ്റ്റ് കാണാം, മുള്ളും എല്ലും അല്ലാതെ ഒന്നും. ഞാൻ വേസ്റ്റ് ആക്കുമായിരുന്നു കേട്ടോ ഹോസ്റ്റലിൽ നിന്ന സമയത്ത്. അവിടെ സിദ്ധാർത്ഥയില് എന്ന് വെച്ചാല് എനിക്ക് ഇഷ്ടമില്ലാത്ത ഫുഡ് ഞാൻ അറിയാതെ അമിതമായിട്ട് എടുത്തു കഴിയുമ്പോൾ തികയാതെ വരും. അപ്പോൾ ഞാനത് കൊണ്ട് കളയാതെ എനിക്ക് ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് കളയുമായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം എന്താണ്, നമുക്ക് ആഹാരം കിട്ടാൻ വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടുന്ന സമയങ്ങളാണ്. ഒത്തിരി പേര് അങ്ങനെ കിട്ടുന്ന സമയങ്ങളുണ്ട്. പക്ഷെങ്കിൽ അതുകൊണ്ട് നമുക്ക് തന്നോന്ന് പറയുന്നത് ഭയങ്കര. പക്ഷെ ഞാൻ മാക്സിമം ഫുഡ് കളയാതിരിക്കാൻ നോക്കി. ഇപ്പം എനിക്കൊരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കും ഗ്രീൻ പീസ് കറി വെച്ചാറൊന്നും എനിക്ക് ഇഷ്ടമില്ല. അപ്പം ചപ്പാത്തിയുടെ ഈ ഇടയ്ക്ക് ഈ ഗ്രീൻ പീസും എന്തെങ്കിലും ഈ എന്താ പറയുന്നത് ഈ കടലയൊക്കെ ഇവർ തരും നമ്മുടെ ഉച്ചയ്ക്ക് സമയത്ത്. ഇപ്പം ചോറെടുത്തിട്ട് ഇത് മാത്രമായിട്ട് കൂട്ടി നമ്മൾ വീട്ടിൽ ചിക്കനും മീനും കഴിച്ച് നമുക്ക് ഇവിടെ ഒരു പച്ചക്കറി തന്നെ എല്ലാ ദിവസവും ചിക്കനൊന്നും ഇല്ലായിരുന്നു. മീനുണ്ട്, മീനോ ചിക്കനോ ഉണ്ടല്ലോ വീട്ടില്. ഉച്ചയ്ക്ക് അതില്ല, ഹോസ്റ്റലിൽ ഉച്ചയ്ക്ക് അതില്ല. അല്ല എനിക്ക് നമുക്ക് വീട്ടിൽ ഹോസ്റ്റൽ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇറച്ചിയ മീൻ എപ്പോഴും ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് നമുക്ക് എല്ലാ ദിവസവും ഇറച്ചി മീനും പറ്റും. അതല്ല അമ്മ, അവിടുത്തെ ഹോസ്റ്റലിൽ ഉച്ചയ്ക്ക് മീനോ ഇറച്ചി ഇല്ല. ഉച്ചയ്ക്ക് അവർ നോൺ വെജ് ആണ്, സോറി വെജാണ് അവർ മെയിൻലി പ്രിഫർ ചെയ്യുന്നത്. അപ്പം നമുക്ക് വിശന്നായിരിക്കും വരുന്നത്. പക്ഷെ തിന്നു കഴിയുമ്പോൾ ഉള്ള പച്ചക്കറി മൊത്തം തിന്നു കഴിയുമ്പോൾ ഒരുപാട് നമുക്ക് അങ്ങോട്ട് കളയും, കുറയും. പക്ഷെ അതിന് മാക്സിമം ഞാൻ എൻ്റെ ലിമിറ്റിനനുസരിച്ച് എടുക്കാൻ വേണ്ടി നോക്കുന്നത്. എന്നാലും ഇടയ്ക്ക് പോയിട്ടൊരു അവസ്ഥ പറ്റും. ഇവരെ കൊണ്ടേ കളയുമ്പോൾ എന്നെ മാം അവിടെ പിടിക്കുകയും ചെയ്യും. ആ മലയാളം മാം പോയല്ലോ. മാം പോയി. മഴ വീണോ? മഴ പെയ്തു. ആ ഡാലിന് മാങ്ങ. ഡാലിന് മാങ്ങ ചെറിയ പേരക്കാട്ട് രുചിയുണ്ട്. അത് ടേസ്റ്റാണ്. അതിന് തന്നെ കസ്തൂരി മാങ്ങ എല്ലാം കൂടെ ടേസ്റ്റ് വരുന്നത്. അപ്പൊ ഒരു പഴന്തോന്നി തന്നെ കൈ മുറിഞ്ഞു. തൊള്ളി പോലും കേടില്ല. ഇല്ല, അതാ അതിന്റെ പ്രത്യേകത. കുഞ്ഞെന്ത് ചെയ്യുന്നു? അപ്പം നമുക്ക് വെച്ചോ തൈര്. നമുക്കൊരു മുട്ടക്കറി കൂടെ വെക്കണം. അപ്പൊ എന്റെ കൈ മുറിഞ്ഞിട്ടുണ്ട്, എനിക്കൊരു പഴന്തോണിയോട് തരണേ. നമുക്ക് മുട്ട പൊട്ടിച്ചിങ്ങനെ ഗ്രേവി പോലെ ഉണ്ടാക്കി നല്ലതല്ലേ? അതായാലും മതി.
മറ്റേ അന്ന് കഴിഞ്ഞ ദിവസം രാവിലെ അമ്മ ഉണ്ടാക്കിയില്ലായിരുന്നു ആ ഗ്രേവിയില് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ചിക്കി പോയിച്ചോരാ ചിക്കി പൊരിക്കല്ലടാ, അതിങ്ങനെ ഉരുണ്ട് കിടക്കും, നല്ല ടേസ്റ്റ്. ആ അങ്ങനെ കിടക്കാം. അപ്പൊ ഇതിന് മറുപടി പറഞ്ഞിട്ട് പോ. പപ്പായേ അമ്മ പറ, ഞങ്ങള് വാഴയാണോ അത് ഞങ്ങളാണോ വാഴയാണോ നല്ലത്? വാഴ വെച്ചാൽ 6 മാസം കൂടും ഫലം കഴിക്കും. നിങ്ങളിത് എത്ര നാൾ കഴിച്ചാലോ ഫലം. പപ്പ അപ്പ പറ, അപ്പൊ ഈ പറമ്പിൽ വെച്ചേക്കുന്ന വാഴ മൊത്തോ അതാണോ ഗുണം? അതിനെ കമ്പയർ ചെയ്യാ, അതാണോ ഗുണം ഞങ്ങളാണോ ഗുണം? പറപ്പേ. അപ്പൊ പറ്റത്തില്ല, ഗുണമൊന്നും പറയാൻ പറ്റത്തില്ല. പപ്പ അവളോട് പറഞ്ഞില്ല പപ്പ പറ. പപ്പ പറഞ്ഞ അതിനോട് മറുപടി പറ. ആലോചിച്ചാ കൊല കേട്ടോ, അത് ഞങ്ങൾക്ക് പറയാം. ഞങ്ങളാണോ ഗുണം വാഴയാണോ ഗുണം? അപ്പൊ വെച്ച ഈ ഇത്രയും വാഴകളാണോ ഗുണം അത് ഞങ്ങളാണോ ഗുണം? ഞങ്ങൾ തന്നെയാ. കണ്ട അതപ്പൻ സൗകര്യമായിട്ട് ഇവിടെ നിൽക്കണം, അതുകൊണ്ട് അപ്പയൊന്നും ഉറങ്ങുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ. ഓ ഞങ്ങൾക്ക് എപ്പോഴും സപ്പോർട്ട് ഞങ്ങളുടെ അപ്പനെ കാണത്തുള്ളൂ. കാര്യം അപ്പ ഇടയ്ക്കും കുഴയ്ക്കും വാഴയെ ഗുണം എന്ന് പറയും. ഉള്ളിൻ്റെ ഉള്ളിൽ ഞങ്ങൾ തന്നെയാ ഗുണം. നീറുന്നുണ്ടോ? കടിപ്പ് പോലെ ഇങ്ങനെ എന്തോ ഇങ്ങനെ കടിക്കുന്ന പോലില്ല. ഉറുമ്പോ കടിക്കുന്നില്ല കുട്ടില്ല. എന്നെ കാണുന്നത് നിങ്ങളെ കാണുന്നത് കേൾക്കുമല്ലേ? സൂര്യാഘാതം മൂലം എന്റെ കൈയെല്ലാം പൊള്ളിപ്പോയി ഗൈസ്. അതുകൊണ്ട് തൈര് തേക്കുകയായിരുന്നു ഞങ്ങള്. ആ പറ്റിയത് ഇവിടെ ഉണ്ട്. അപ്പൊ മാക്സിമം എല്ലാരും വെള്ളി ഇറങ്ങാതെയും എന്തെങ്കിലും സൺസ്ക്രീമോ കാര്യങ്ങളോ തേച്ചിട്ട് ഇറങ്ങാണ്ട് നോക്കും. എനിക്ക് എന്റെ പോലെ തന്നെ പുള്ളി പോകുന്നതായിരിക്കും ദേഹം മൊത്തം. ചക്കയെ നമ്മൾ പാക്ക് ചെയ്തു. ഒരു ഫ്രിഡ്ജിലോട്ട് കൊള്ളിച്ച് മൊത്തം വേണ്ട. നമുക്ക് ഫ്രീസറെ വെച്ച് കഴിഞ്ഞാൽ എത്ര നാളെ വിലവി ഇരുന്നത്. ശരിക്കും പറയാം, ഫ്രീസറെ ഞങ്ങൾ വർഷങ്ങളോളം ഇരുന്നോളൂ ചക്ക. വർഷങ്ങളോളം അല്ല, 6 മാസം. 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ചക്കയ്ക്ക് കൊതി വരുമ്പോൾ അടുത്ത് ഉപയോഗിക്കാം. ഉപയോഗിക്കാം. ചെയ്യണ്ടേ? താൻ്റെ ഇല്ലതുണ്ട് ഇതെല്ലാം തേനും പോട്ടെ. എന്നെ തൈരിനകത്ത് എന്തോ അപ്പം ആഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സൂര്യാഘാതം മൂലം മൊത്തം അങ്ങനെ ചക്കക്കുരു ചക്കച്ചോളയും പോട്ടെ. ചക്കച്ചോള എന്ത് അടുപ്പത്ത് വെച്ചേക്കാണ് സംഭവം ചൂടാകാൻ വേണ്ടി. ചൂടായിട്ട ഇട്ട് വെച്ച് തണുപ്പിക്കണം. പാലെടുക്കുന്നു. അതെ, ഓരോരോ പരിപാടിയിലാണത്. അതെ, പാത്രം ഒന്നും കഴുകിയിട്ടില്ലല്ലേ, കഴുകണം ഇനി. മാങ്ങാപ്പഴം ഇത് പച്ച കേട്ടോ. പച്ച നമ്മൾ ഉപ്പിലിടാൻ അല്ലെങ്കിൽ അച്ചാറുണ്ടാക്കാൻ വേണ്ടി വെച്ചേക്കണേ. അതിൻ്റെ പഴം ഞങ്ങളെല്ലാം വൃത്തിയാക്കണം. ഇനി കുറച്ച് പച്ചമാങ്ങ നമ്മൾ അഞ്ഞ് അരിയാൻ പോവാ. ഇത് സജീവങ്ങളുടെയും എബിയങ്ങളുടെയും ഡാഡിയുടെയും മാങ്ങങ്ങളാണ്. മാറിക്ക് അമ്മച്ചി ഉണ്ടെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ചെയ്യണേ. മഴ പെയ്തിട്ടുണ്ടോ നിങ്ങളുടെ ഇവിടെ? ഇതാണ് നമ്മുടെ ഡാഡിയുടെ മാങ്ങ. ഡാഡിയുടെ മാങ്ങ എപ്പോഴും ചുമന്ന്
ഈ സാധനം ഇതിനകത്തുണ്ട്. അഴുക്ക് വെക്കും. ഞാൻ എന്തിനായി ഈ തോർത്തിട്ടായിരുന്നു നമ്മള് മാങ്ങയൊക്കെ നല്ല നീളത്തിൽ അരിഞ്ഞ് ഇനി കൊത്തി വെക്കാൻ കുറച്ച് മാങ്ങകൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് നാളത്തേന്. കുഞ്ഞായിട്ട് അരിയാൻ വേണ്ടി. ഇത് നമ്മൾ നല്ല നീളത്തിൽ നല്ല ഇതിൽ അരിഞ്ഞേക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ചക്ക കുറച്ച് കരിഞ്ഞു പോയി, എന്നാലും കുഴപ്പമില്ല, അതൊന്നും കാണിക്കണം. അമ്മയ്ക്ക് നാളെ പറ്റും. കാര്യം വെച്ചാൽ നമ്മൾ മാങ്ങ അരിയാൻ വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ കുറച്ചൊരു പൊടി ചക്ക ഒന്ന് കരിഞ്ഞു പോയി. ബാക്കി ചക്ക ഇവിടെ ഇരിപ്പുണ്ട്. വേണ്ടേ നൈസായിട്ടൊന്ന് കഴിഞ്ഞു. ഒരു ബാക്കി ഇത് ഇത്രേ കഴിഞ്ഞുള്ളൂ, ഒത്തിരി ഒന്നും കഴിഞ്ഞുള്ളൂ, കുറച്ചേ കഴിഞ്ഞുള്ളൂ. ഞങ്ങളുടെ അച്ചാറിടാൻ വേണ്ടി നമ്മളൊന്ന് നല്ലപോലെ മാങ്ങ നമ്മൾ ആദ്യം വന്ന് മുറിച്ച്. കാര്യം മാവിൽ നമ്മൾ ഡയറക്റ്റ് പറിച്ചതായതുകൊണ്ട് നമ്മൾ അഴുകിയില്ലായിരുന്നു. നമ്മൾ ആദ്യമേ തന്നെ മുറിച്ചിട്ട് അതിന് ശേഷം നമ്മൾ കഴുകുന്നത്. ഇനി ഇത് ഉപ്പിലിട്ട് അങ്ങ് വെക്കും. എന്നിട്ട് നാളെ നമ്മൾ വെയിലത്ത് ഉണക്കി അച്ചാറിടാനുള്ള പ്ലാനിങ് ആണ്. വായിക്കകത്ത് വെള്ളം വരുന്നു ഗായ്സ്. ഈ മാങ്ങയൊക്കെ കണ്ടപ്പോ വായിക്കകത്ത് വെള്ളം വരുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.